അസ്സലാമു അലൈക്കും മുത്തുമണീസ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ വീട്ടിൽ പോയിട്ട് അവിടുന്ന് വൈകുന്നേരം ഒരു ദിവസത്തെ വൈകുന്നേരത്തിൽ ചെയ്ത പരിപാടികളൊക്കെയാണ് കേട്ടോ. അന്ന് ഇവരാണെന്നുണ്ടെങ്കിൽ ഉച്ചരിയുമ്പോൾ അങ്ങനെ മുറ്റത്ത് കൂടാനൊക്കെ കളിക്കായിരുന്നു. വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ ടോയ്സ് കൊണ്ട് ഇങ്ങോട്ട് നിറഞ്ഞിക്കണു. ഓല് മാത്രമല്ല അനിയത്തിൻ്റെ മോനും എല്ലാവരും പാടെ കൂടിയിട്ട് അങ്ങനെ കളിക്കായിരുന്നു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് പാടത്തുനിന്ന് വന്നപ്പോൾ പഴം കൊണ്ടുവന്നിരുന്നു, മൈസൂർ പഴം. അപ്പോൾ കൂടുതലാകുമ്പോൾ അത് കിടന്നുങ്ങാണ്ടൊക്കെ പോകില്ലേ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അതും വെച്ചെങ്ങാണ്ട് നമുക്ക് അവൽ മിൽക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചെങ്ങാണ്ട് അങ്ങനെ ആ പരിപാടിക്കൊക്കെ നിൽക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ എല്ലാ പഴം പാടെ അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞെങ്ങാണ്ട് ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കണുണ്ട്. ഈ കൂടുതൽ നമുക്ക് എന്ത് കിട്ടിയാലും നമ്മളതങ്ങനെ കേടുവരുത്തി കളയണ അങ്ങനെ ഉണ്ടോ? ഇവിടെയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഈ സാധനങ്ങളൊക്കെ ഇവർക്ക് കിട്ടണോണ്ട് ഇവരെന്താ, എൻ്റെ കുട്ടികൾക്കൊന്നും ഇതിന് ആവശ്യമില്ല. ഇങ്ങനെ പഴമൊക്കെ വെറുതെ കൊടുത്തു കഴിഞ്ഞാലൊന്നും ഓർക്ക് കഴിക്കാനൊന്നും ഓർക്ക് വലിയ ഇതൊന്നുമില്ല. ഓർക്ക് അല്ലാത്ത വല്ല ബേക്കറി എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിലൊക്കെ വലിയ താല്പര്യമാണ്. അപ്പം നമ്മൾക്ക് ഇവരെ വയറ്റിക്ക് ഇങ്ങനെ നല്ല സാധനങ്ങളൊക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ അതൊരു തട്ടിക്കൂട്ട് അവൽ മിൽക്ക്, അല്ലാതെ ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഇട്ടുങ്ങാണ്ടില്ലതൊന്നല്ല. എങ്ങനെയെങ്കിലും വല്ല വയറ്റിക്ക് അത് എത്തിച്ചണമല്ലോ എന്നില്ലില്ലൊരു. പിന്നെ വൈകുന്നേരം ഒരു ഡ്രിങ്കും അങ്ങനെയല്ല ഒരു സംഭവം. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, പഴമൊക്കെ ഒടിച്ചങ്ങാണ്ട് അങ്ങനെ കുറച്ച് നേരം ഇത് തണുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് അതിന് ശേഷം പിന്നെ പാലൊക്കെ ഒഴിച്ചങ്ങാണ്ട് അങ്ങനെ അതൊക്കെ സെറ്റാക്കുകയാണ് കേട്ടോ. കുറച്ചും കൂടിയൊക്കെ ഒരു ലൂസ് എനിക്ക് വേണ്ടിയിരുന്നു. അപ്പോൾ ഇച്ചിരിയും കൂടി ബാക്കിയുള്ള ഒരു പാലും പാടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി അങ്ങനെ ഡയറക്റ്റ് നമ്മളെ ക്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. നല്ല നല്ല സാധനങ്ങളൊന്നും നമ്മളെ കുട്ടികൾക്ക് വേണ്ടി വരില്ല അല്ലേ. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം കൃഷി ചെയ്ത് ഉണ്ടാക്കണതല്ലേ. അപ്പോൾ കെമിക്കൽസ് ഒന്നും യൂസാക്കാത്ത നല്ല സംഭവങ്ങളാണ്. അങ്ങനെയൊന്നും കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആവശ്യം ഉണ്ടാവില്ല. ഓലിക്ക് ഈ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ അല്ലാത്ത ബേക്കറീസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇതൊക്കെയെന്ന് പറയുമ്പോൾ വെറൈറ്റി സാധനമല്ലേ. അപ്പോൾ ഓൽക്ക് കഴിക്കാനും ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ ഞങ്ങളത് ക്ലാസ്സിക്ക് സെറ്റാക്കി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ അവൽ മിൽക്കൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതിൽക്കാണെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നട്ട്സ്, പിന്നെ അതേപോലെ കാഷ്യൂ, പിന്നെ നമ്മൾ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടല്ലോ, ആ ഒരു പല കളേഴ്സിലുള്ള ഒരു സംഭവം, അതൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. പക്ഷേ ഞങ്ങളെ കയ്യിൽ ആ സംഭവങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ആ സാധനങ്ങളൊന്നും ഇട്ടിട്ടുമില്ല. പിന്നെ അതങ്ങനെ സിയമോൾക്ക് കൊടുക്കുകയാണ്. ഓള് കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം പറയും. ഉള്ളത് കഴിക്കണതിൻ്റെ ഇടയിൽ പലതും ചോദിക്കണുണ്ട്. കാരണം വെച്ചാൽ ഇവർ അവൽ മിൽക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ കടയിൽ നിന്ന് കിട്ടൂല SP അവൽ മിൽക്ക്, മുകളിൽ ഐസ്ക്രീമൊക്കെ ഇട്ടുങ്ങാണ്ടില്ലത്. ഇത് വിചാരിച്ചെങ്ങാണ്ടേ ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല നല്ല കണ്ടൻറ്റുകളായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അതുവരേക്കും അസ്സലാമു അലൈക്കും.